ഗ്രീൻ എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ലീഡ് ബാങ്ക് സ്കീമിനെ കുറിച്ച് പറയണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോപ്പിക് സെലക്ട് ചെയ്തത്. 1969 പ്രൊഫസർ DR ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഡ് ബാങ്ക് സ്കീം 69 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ 1967 നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ NCC സെറ്റപ്പ് ചെയ്യുന്നു. NCCയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദി പ്രയോറിറ്റീസ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് എമംഗ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിലെ പ്രയോറിറ്റി സെക്ടേഴ്സ് അത് ഫോം ചെയ്യുക. പ്രയോറിറ്റി എങ്ങനെ ആയിരിക്കണമെന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് 67 NCC നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നു. ആ NCC തൊട്ടടുത്ത വർഷം 68 ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുന്നു. ആ കമ്മിറ്റി ഫോം ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഇതിനെക്കുറിച്ച് പഠിക്കാനായിരുന്നു. അതായത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ആ വിഷയത്തിൽ ബാങ്കുകൾ എത്രത്തോളം ഓർഗനൈസ്ഡ് ആണ്, എത്രത്തോളം വിജയം കൈവരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വർഷം ഇതിൻ്റെ ഫോർമേഷന് ശേഷം 68 ഒരു സ്റ്റഡി കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ സ്റ്റഡി കമ്മിറ്റി പ്രൊഫസർ DR ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലായിരുന്നു ആ കമ്മിറ്റി NCC നിയോഗിച്ചത്. ഈ കമ്മിറ്റിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരുപാട് ആശ്ചര്യം ഉണ്ടാക്കുന്ന കണ്ടെത്തലായിരുന്നു. അതായത് ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബാങ്കുകൾ റൂറൽ ഏരിയയിൽ വേണ്ടത്ര എത്തിയിട്ടില്ല. റൂറൽ ഏരിയയിലെ അതല്ലെങ്കിൽ അഗ്രികൾച്ചർ, SSI അതുപോലുള്ള മൈക്രോ ക്രെഡിറ്റ് ഈ വിഷയത്തിലൊന്നും കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പങ്ക് വളരെ ചെറുതാണ് എന്നും അതുകൊണ്ട് തന്നെ ഒരു റൂറൽ ഡെവലപ്മെൻറ്റിന് എത്രയും പെട്ടെന്ന് ഒരു സ്കീം അതുപോലുള്ള എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തെ ഒരു കമ്മിറ്റി പറഞ്ഞത് ഏരിയ അപ്രോച്ചസ് എന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഏരിയ അപ്രോച്ച് ഉള്ള ഓരോ ഡിസ്ട്രിക്റ്റിനും അല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ഏരിയയ്ക്ക് ഒരു ഏരിയ അപ്രോച്ച് എന്ന രീതിയിൽ പ്രത്യേകമായ കൺസിഡറേഷൻ വേണ്ടത് ഉണ്ട് എന്നും ടൗണുകളിൽ പോലും ആ സമയത്ത് 67 ഇവർ സ്റ്റഡി ചെയ്യുന്നത്, ആ സമയത്ത് കൊമേഴ്സ്യൽ ബാങ്കിങ്ങിൻ്റെ പ്രസൻസ് വളരെ കുറവാണ് എന്നും അഗ്രികൾച്ചർ ലോൺ ടോട്ടൽ ക്രെഡിറ്റിൻ്റെ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ അഗ്രികൾച്ചർ ലോൺ പോകുന്നുള്ളൂ. ആ അഗ്രികൾച്ചർ ലോണിൻ്റെ 1% ഒരു 39% 1% മാത്രമേ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. ബാക്കിയുള്ള മേജർ കോൺട്രിബ്യൂഷനും കോഓപ്പറേറ്റീവ് ബാങ്ക്സിനാണ്. ചുരുക്കി പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ചും ക്രെഡിറ്റ് നീഡ്സ് ഓഫ് അഗ്രികൾച്ചർ, SSI, അലൈഡ് ആക്ടിവിറ്റീസ് റിമെയിൻഡ് നെഗ്ലക്റ്റഡ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സീരിയസ് ആയ ഒരു ഇഷ്യൂ കമ്മിറ്റി കണ്ടെത്തുകയും അതിനൊരു സൊല്യൂഷനായിട്ട് കമ്മിറ്റി പറഞ്ഞത് ഏരിയ അപ്രോച്ചാണ് റെക്കമെൻഡ് ചെയ്തത്. അതല്ലാതെ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ വേറെ രീതിയായ ഏരിയ അപ്രോച്ച് ആണ് റെക്കമെൻഡ് ചെയ്തത് അതിന് സൊല്യൂഷനായിട്ട്. അങ്ങനെ 1969 RBI ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതിൻ്റെ ബേസിൽ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറഞ്ഞാൽ ഡോക്ടർ DR ഗാഡ്ഗിൽ സ്റ്റഡി കമ്മിറ്റി ഏരിയ അപ്രോച്ച് ആണ് സജസ്റ്റ് ചെയ്തത് മുകളിൽ പറഞ്ഞ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട്. അതിനൊരു പരിഹാരമായിട്ട് ആ ഏരിയ അപ്രോച്ചിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം. ഈ സ്കീം 1969 ഫോം ചെയ്യുന്നത്. ലീഡ് ബാങ്ക് സ്കീമിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ലീഡ് ബാങ്ക്, ഒരു ബിഗ് ബാങ്ക് അവിടെ ഒരു കോർഡിനേറ്ററായിട്ട് ഒരു ലീഡറായിട്ട് വർക്ക് ചെയ്യുക. ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഒരു കൺസോർഷ്യം ലെവലിലൊക്കെ വർക്ക് ചെയ്യാൻ ഓരോ ഡിസ്ട്രിക്റ്റിലും, അത് പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ പബ്ലിക് ബാങ്ക് ആയിക്കോട്ടെ എന്ന രീതിയിൽ ഒരു ലീഡ് ബാങ്ക് തന്നെ പ്രവർത്തിക്കുക എന്നതായിരുന്നു. നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റീവ്സ് ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, രണ്ടും വ്യത്യാസമുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മറ്റൊരു ഒബ്ജക്റ്റീവ്സ് അപ്രീസിയബിൾ റൈസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫോർ ദി പുവറസ്റ്റ് ഓഫ് ദി പുവർ.
തേർഡ് ഒബ്ജക്റ്റീവ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് പ്രൊവിഷൻ ഓഫ് സം ഓഫ് ദി ബേസിക് നീഡ്സ് ഓഫ് പീപ്പിൾ ഹൂ ബിലോങ് ടു പുവർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ലീഡ് ബാങ്കിൻ്റെ സ്കീമുകൾ ലീഡ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിച്ചത് പുവറസ്റ്റ് ഓഫ് പുവർ, റൂറൽ ഏരിയ, അൺഎംപ്ലോയ്മെൻറ്റ്, ബാക്ക്വേർഡ് സെക്ടർ, ഇത്തരം ഏരിയക്ക് വേണ്ടി സ്പെഷ്യൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബാങ്കിങ് പ്രവർത്തനമായിരുന്നു ലീഡ് ബാങ്ക് സ്കീം. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു ഏരിയ അപ്രോച്ച്. അവിടുന്ന് ഈ ഏരിയ അപ്രോച്ചിൻ്റെ ബേസിൽ മറ്റൊരു കമ്മിറ്റിയും വന്ന്, അതായത് ഡോക്ടർ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത് ഏരിയ അപ്രോച്ച് ആയിരുന്നു. അതിനുശേഷം ഒരു ബാങ്കേഴ്സ് കമ്മിറ്റി വന്ന് SN നരിമാൻ്റെ നേതൃത്വത്തിൽ അവരാണ് കൺക്ലൂഡ് ചെയ്തത് ഡിസ്ട്രിക്റ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഏരിയ അപ്രോച്ച് വേണം, ഒരു യൂണിറ്റ്സ് ഓഫ് ഏരിയ അപ്രോച്ച്. ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു പർട്ടിക്കുലർ ബാങ്കിനെ അലോട്ട് ചെയ്യണം ലീഡ് ബാങ്ക് ആയിട്ട്. റോൾ ഓഫ് ലീഡ് ബാങ്ക്. ആ ലീഡ് ബാങ്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലകളിലും ഒരു പർട്ടിക്കുലർ ബാങ്കിനെ അലോട്ട് ചെയ്യണമെന്നും ഈ ഏരിയ അപ്രോച്ച് ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കണം നടത്തേണ്ടതെന്നും പറഞ്ഞ കമ്മിറ്റിയാണ് നരിമാൻ കമ്മിറ്റി. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഗാഡ്ഗിൽ കമ്മിറ്റി ഏരിയ അപ്രോച്ച് വേണമെന്ന് പറഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ ഒരു ഏരിയ അപ്രോച്ച് വേണം, പക്ഷേ ആ ജില്ലകളിലായിരിക്കണം, ജില്ലകളിൽ ഒരു ലീഡ് ബാങ്ക് വേണം എന്നൊക്കെ പറഞ്ഞത് നരിമാൻ കമ്മിറ്റിയാണ്. പക്ഷേ എല്ലായ്പ്പോഴും ലീഡ് ബാങ്ക് സ്കീമിൻ്റെ റെക്കമെൻഡ് ചെയ്ത ആര് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എപ്പോഴും ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ ആണ്. ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വന്ന മറ്റൊരു കമ്മിറ്റിയും അവർ പറഞ്ഞതാണ് ജില്ലകളിലായിരിക്കണം അതിൻ്റെ ഏരിയ അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷെ അതിനൊക്കെ ശേഷമാണ് 69 RBI ലീഡ് ബാങ്ക് സ്കീം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലീഡ് ബാങ്ക് സ്കീമിൽ മെയിനായിട്ടൊരു 3 ഫേസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് കൺസൾട്ടീവ് കമ്മിറ്റി DCC, മറ്റൊന്ന് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ DCP, വില്ലേജ് അഡോപ്ഷൻ സ്കീം VAS. ഇതിലാദ്യം ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാനും ഈ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പ്ലാനാണ്. ഫസ്റ്റ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1974 DCP കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റ് ഓഫ് ടെക്നിക്കലി ആൻഡ് എക്കണോമിക്കലി വയബിൾ സ്കീംസ് വിച്ച് ക്യാൻ ബി ടേക്കൺ അപ്പ് ഫോർ ഫിനാൻസിങ്. consist of technically and economically viable scheme which can be taken up for the financing. ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഡിസ്ട്രിക്ട് നേതൃത്വത്തിൽ റൂറൽ ഏരിയക്ക് വേണ്ടിയിട്ട് ടെക്നിക്കലായ എക്കണോമിക്കലായ വയബിളായ സ്കീമുകൾ, പ്രാക്ടിക്കലായ സ്കീമുകൾ അത് ടേക്കപ്പ് ചെയ്യുക, അത് കണ്ടെത്തുക, അത് ഫിനാൻസ് ചെയ്യുക. മാത്രമല്ല അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, അതാത് ഡിസ്ട്രിക്റ്റിലെ ഇത്തരം ടീമുകൾക്ക് ബാങ്ക് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുക, പുതിയ ബാങ്ക് സ്കീം പ്ലാൻ ചെയ്യുക, പ്ലാൻ ഓഫ് bankable schemes in agriculture, industry and service sector of the district. അതേപോലെ ഡിസ്ട്രിക്ട് ലെവലിൽ പുതിയ സ്കീമുകൾ, ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ഡിസ്ട്രിക്റ്റിൽ, അവിടെയൊക്കെ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ആ രീതിയിലൊക്കെയുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാന്. ഇതിനെല്ലാം പുറമെ ഈ DCPൻ്റെ പരിധിയിൽ DCP ചെയ്ത കാര്യത്തെ മോണിറ്റർ ചെയ്യാൻ, പ്രോഗ്രസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ DCP 1974 കൊണ്ടുവന്ന ഈ DCP ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒരു ഭാഗമായിരുന്നു. മാത്രമല്ല വേറൊന്നും ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് കൺസൾട്ടീവ് കമ്മിറ്റി. കാരണം ഡിസ്ട്രിക്റ്റിൽ ഈ ലീഡ് ബാങ്കിന് പുറമെ വേറൊരുപാട് ബാങ്കുകളുണ്ട്, വേറെ ഒരുപാട് ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. ഇവയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കമ്മിറ്റി കൂടിയാണ് ഡിസ്ട്രിക്ട് കൺസൾട്ടീവ് കമ്മിറ്റി. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ 71-73 ആ കാലയളവിലാണ്. ഓരോ ലീഡ് ഡിസ്ട്രിക്റ്റിലും എന്ത് വേണം, ഒരു ഡിസ്ട്രിക്ട് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി DCC വേണമെന്നും, ഡിസ്ട്രിക്ട് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ് ആ ഡിസ്ട്രിക്റ്റിലെ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ലീഡ് ബാങ്ക് നേതൃത്വത്തിൽ. ഇതും ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നുകൂടി ഉണ്ട്, വില്ലേജ് അഡോപ്ഷൻ സ്കീം VAS. ഈ VAS കൊണ്ട് ഉദ്ദേശിച്ചത് ലീഡ് ബാങ്ക് സ്കീമിൽ വന്ന ഒരു സ്പെഷ്യൽ സ്കീം തന്നെയായിരുന്നു VAS എന്ന വില്ലേജ് അഡോപ്ഷൻ സ്കീം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരത്തിങ്ങാണ്ട് പല ആളുകൾക്കും അവിടെയും ഇവിടെയും വില്ലേജുകളിൽ ലോൺ കൊടുക്കുന്നതിന് പകരം ഓരോ ബാങ്ക്, ആ ലീഡ് ബാങ്ക് എന്ത് ചെയ്യണം,
adopt some villages in their command area for intensive lending. സ്പെഷ്യലായിട്ട് ഒരു വില്ലേജിനെ സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക. അത് കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, റിസൾട്ട് ഉള്ളതായിരിക്കും. എന്തിനേക്കാൾ അത് ഒരു ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അത് തന്നെ പറഞ്ഞത് ലീഡ് ബാങ്ക് സ്കീമിന് പ്രകാരം അങ്ങനെ തന്നെയാണ് ഉദ്ദേശം. പക്ഷേ അതിന് പുറമെ ഒരു വില്ലേജ് എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. വില്ലേജ് അഡോപ്ഷൻ സ്കീം പ്രകാരം ഒരു വില്ലേജിനെ അഡോപ്റ്റ് ചെയ്തിട്ട് അത് ഒരു കമാൻഡിങ് ഏരിയ ആയിട്ട് അതിനെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനൊരു അഡോപ്ഷൻ ലെവലിൽ തന്നെ അതിനെ കൺസിഡർ ചെയ്തിട്ട് അത് കുറച്ചും കൂടി നന്നാവും. എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഓരോ ജില്ലകളിൽ ഓരോ ഏരിയയിൽ ഒരു വില്ലേജെങ്കിലും അത് ഉഷാറാകും അല്ലെങ്കിൽ ഇംപ്രൂവ് ആകും എന്ന ഉദ്ദേശത്തിൽ വില്ലേജ് അഡോപ്ഷൻ സ്കീമും ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഭാഗമാണ്. ലീഡ് ബാങ്ക് സ്കീം അതിൻ്റെ ടാർഗറ്റൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്രത്തോളം വലിയ വിജയമൊന്നുമല്ലായിരുന്നു. അത് അത്ര RBI ഉദ്ദേശ ലെവലിലേക്കൊന്നും ലീഡ് ബാങ്ക് എത്തിയില്ല, അത്ര പോപ്പുലർ ആയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ഭാഗത്ത് ഗവൺമെൻറ്, ഒരു ഭാഗത്ത് ബാങ്കുകൾ, ഒരു ഭാഗത്ത് വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ജില്ലയിൽ ഒരുപാട് പരിമിതികളുണ്ട് ഒരു ലീഡ് ബാങ്ക് സ്കീം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് ബാങ്ക് സ്കീമിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ പിന്നീടും ഒരു കമ്മിറ്റി വരികയുണ്ടായി. ആ കമ്മിറ്റി ആണ് ഉഷാ തോറട്ട് കമ്മിറ്റി. മുമ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത കമ്മിറ്റി തന്നെയായിരുന്നു. മുൻ ഡെപ്യൂട്ടി RBI ഗവർണർ കൂടിയാണ് ഉഷാ തോറട്ട് കമ്മിറ്റി. ഈ ഉഷാ തോറട്ട് കമ്മിറ്റി ഒരു ഹൈപ്പർ കമ്മിറ്റിയായിട്ട് വരികയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മിറ്റിയും കൂടിയായിരുന്നു. ഇവരെ ജോലി എന്നത് എങ്ങനെ ഈ എന്താ പറയുക ഈ ലീഡ് ബാങ്ക് സ്കീം എങ്ങനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ വന്നൊരു കമ്മിറ്റിയും കൂടിയാണ്, ഇംപ്രൂവ് ചെയ്യിക്കാൻ വന്ന ഒരു കമ്മിറ്റിയും കൂടിയായിരുന്നു അടുത്ത കാലത്ത് ഉഷാ തോറട്ട് കമ്മിറ്റി. ഇത്രയാണ് മെയിനായിട്ടും ലീഡ് ബാങ്ക് സ്കീമിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. ലീഡ് ബാങ്ക് സ്കീം ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് ലീഡ് ബാങ്ക് സ്കീം. ഇത് ഡിസ്ട്രിക്ട് ലെവലിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ലീഡർ ബാങ്ക് വേണം, ഒരു ലീഡ് ബാങ്ക് വേണം. ഡിസ്ട്രിക്ട് ലെവലിൽ ആ ബാങ്കിനെ ആണ് ലീഡ് ബാങ്ക് ആയിട്ട്, ഒരു ബാങ്കിനെ ലീഡ് ബാങ്ക് ആയിട്ട് RBI സെലക്ട് ചെയ്യും. ആ ബാങ്കാണ് ആ ഡിസ്ട്രിക്റ്റിലെ ബാക്കിയുള്ള ഈ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ റൂറൽ അത്തരം വിഷയങ്ങളിൽ ലീഡായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്, ബാക്കി ബാങ്കുകളെ കോർഡിനേറ്റ് ചെയ്യിക്കേണ്ടത്. ഈ ലീഡ് ബാങ്ക് സ്കീം കൊണ്ടുവന്നത് ആണെങ്കിൽ ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് Dr. DR ഗാഡ്ഗിൽ കമ്മിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞ റെക്കമെൻഡേഷൻ ഏരിയ അപ്രോച്ച് ആയിരുന്നു. ആ ഏരിയ അപ്രോച്ചാണ് പിന്നീട് 1969 എന്താ പറയുക RBI ലീഡ് ബാങ്ക് സ്കീമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതായാലും ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഏറ്റവും അടിസ്ഥാനം Dr. ഗാഡ്ഗിൽ കമ്മിറ്റീൻ്റെ സ്റ്റഡി റിപ്പോർട്ടാണ്. അതിൻ്റെ പശ്ചാത്തലം അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് Dr. ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് NCC ആണ്, നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ നമുക്ക് വേറെ ക്ലാസ് ചെയ്യാം എന്താ എങ്ങനെയെന്ന്. 67 ഡിസംബറിൽ വന്ന NCC ആണ് ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. കാരണം സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ബാങ്കുകൾ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് NCC പ്രൊഫസർ DR ഗാഡ്ഗിലിനെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായിരുന്നു ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ ഉള്ള കണ്ടെത്തലുകൾ. അതിനുള്ള സൊല്യൂഷനായിരുന്നു ഏരിയ സ്കീം എന്ന രീതിയിൽ ഏരിയ അപ്രോച്ച് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് പിന്നീട് ലീഡ് ബാങ്ക് സ്കീമായിട്ട് മാറിയത്. നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാം, ഡൗട്ട്സുകൾ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ സജസ്റ്റ് ചെയ്യാം, സാധ്യമാവുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.